സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട. ഇടമലക്കുടിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി അടിയന്തര പ്രാധാന്യം നൽകി നിർമ്മാണം പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ ടൈലറിംഗ് പരിശീലനത്തിന് വിവരശേഖരണം നടത്തി. തയ്യൽ പരിശീലന പദ്ധതി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്നും വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സമിതി അറിയിച്ചു. വർക്ക്ഷോപ്പ്, സാങ്കേതിക പരിശീലനം ഉൾപ്പെടെ വിവിധ പരിശീലന പരിപാടികൾ നടത്തുന്നതിനുള്ള സാധ്യതകളും വകുപ്പ് പരിശോധിക്കുകയാണെന്നും വ്യവസായ വകുപ്പ് സമിതി അറിയിച്ചു. ഇടമലക്കുടിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കുവാനും കളക്ടർ കുടുംബശ്രീക്ക് നിർദ്ദേശം നൽകി. ഇവിടെ വന്യമൃഗങ്ങൾ അട്രാക്ട് ചെയ്യുന്ന കൃഷികൾ അല്ലെങ്കിൽ ചിലപ്പോൾ തീറ്റപ്പുല്ല് നമുക്ക് വളരെ അത്യാവശ്യമുണ്ടാണ്. ഫോറസ്റ്റ് ബോർഡറിൽ കൊണ്ട് തീറ്റപ്പുല്ല് കൃഷി ചെയ്തു അല്ലെ വാഴ കൃഷി ചെയ്ത് തീർച്ചയായിട്ടും വന്യമൃഗ ശല്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്യമൃഗ ശല്യം കുറക്കുന്ന ഇങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ പറഞ്ഞു നമ്മുടെ മഞ്ഞളിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്, മഞ്ഞൾ പൂവ ഡിമാൻഡ് ഉണ്ട്. ഇങ്ങനെയുള്ള കൃഷി രീതികൾ ഐഡന്റിഫൈ ചെയ്യാം. വേണമെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എക്സ്പേർട്സിനെ കൊണ്ടുവരാം. നിങ്ങൾ കുറെ അഗ്രോ ഇക്കോളജിക്കൽ റിസോർട്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ ഏരിയയിലും സൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സ്, മാൻ ആനിമൽ കോൺഫ്ലിക്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഭയങ്കര റിലീഫ് ആയിരിക്കും. അങ്ങനെയുള്ള ക്രോപ്സ് ആകുമ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് ബോർഡർ ലൈൻ ഏരിയയില് നമ്മുടെ ആനിമൽ ഇൻട്രൂഷൻസ് വരുന്ന ബോർഡർ ലൈൻ ഏരിയയിൽ എന്തൊക്കെ കൃഷികള് കർഷകർക്ക് അവർക്ക് ഈക്വലി വരുമാനം കിട്ടുന്നതായിരിക്കണം അത്. ഇടമലക്കുടിയിൽ വൈദ്യുതി കേബിളിന്റെ ഇലക്ട്രിക്കൽ തകരാറ് മഴ മാറിയാൽ ഉടൻ പരിഹരിക്കുമെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ കേബിൾ ജോയിൻ ചെയ്യുന്നത് സാങ്കേതിക തകരാറുകൾക്ക് കാരണമാകുമെന്നും KSEBയും യോഗത്തിൽ അറിയിച്ചു. വട്ടവടയിൽ നിന്നും മൂന്നാറെത്തുന്ന ചിലന്തിയാർ സാമിയാറളക്കുടി റോഡ് നിർമ്മാണത്തിന് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരത്തിനായി തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സമിതി അറിയിച്ചു. ദേശീയപാത 85-ൽ വാൾറ നെരിയമംഗലം സ്ട്രക്ചറിൽ 259 മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും യൂസർ ഏജൻസി ഇത് മുറിച്ചു നീക്കിയതായും അപകട ഭീഷണിയായി നിന്നിരുന്ന 682 മരങ്ങളിൽ 303 മരങ്ങൾ മുറിച്ചു നീക്കിയതായും മൂന്നാർ DFOയും സമിതി അറിയിച്ചു. സ്വച്ഛ് സർവേക്ഷൺ പദ്ധതിയിൽ ദേശീയ തലത്തിൽ മികച്ച ശുചിത്വ നഗരസഭകളിൽ ഉൾപ്പെട്ട കട്ടപ്പന, തൊടുപുഴ നഗരസഭകളെയും ജില്ലാ വികസന സമിതിയിൽ അനുമോദിച്ചു. MLA വാഴൂർ സോമന് അനുശോചനം രേഖപ്പെടുത്തിയാണ് ജില്ലാ വികസന സമിതി ആരംഭിച്ചത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ ജില്ലാ വികസന സമിതിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.